ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു സ്വീറ്റ് പൊട്ടറ്റോയുടെ കറി ഉണ്ടാക്കാം. നമ്മുടെ കേരള സ്റ്റൈലിൽ തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം हम केरला स्टाइल एक स्वीट पोटैटो का करी बनाने जा रहे दिखाएंगे कैसे. ഞാൻ 3 നമ്മുടെ മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 3 स्वीट पोटैटो लिया है. पहले इसका छिलका निकालना है. നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. രണ്ട് സൈഡും പൊട്ടിച്ച് दोनों साइड में एक करके इसका छिलका निकालना है. ഞാൻ മുഴുവനും പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ തൊലി എല്ലാം കളഞ്ഞ് इसका छिलका पूरा निकाल के रखा है. अभी कटिंग करना है. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. आप लोग का क्या पसंद है ऐसे कटिंग करना है. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട. ज़्यादा छोटा मत करना है. ये ഇതേപോലെ നമുക്ക് ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ऐसे पीस बनाएंगे. ഞാനിത് അരിഞ്ഞ് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. पानी में डालकर रखा है. इसका കളർ ചേഞ്ച് हो जाएगा. നമ്മുടെ ഇത് കറുത്ത് പോകാതിരിക്കാനാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു പാൻ ചൂടായിട്ടുണ്ട്. പാൻ ഗരം हो गया. 2 ടേബിൾ സ്പൂൺ तेल डालकर 2 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് ഉള്ളി മുറിച്ചെടുക്കാം. तेल गरम हो रहे. अभी एक छोटा प्याज से हम बना रहे. നമ്മൾ കൊച്ചുള്ളിക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 2 പീസ് करना है. എണ്ണ ചൂടായിട്ടുണ്ട്. तेल गरम हो गया. अभी थोड़ा मसाला गोटा मसाला डाल दे. 2 ഏലക്കായും ഗ്രാമ്പും പട്ടയും 2 इलायची और लौंग और लाल चीनी थोड़ा तेल में डालना है. നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. മസാല പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കരിയാപ്പല ഇട്ട് കൊടുക്കാം. മസാല കൂട്ടരെ थोड़ा കരിയാപ്പത്ത डाल दे. ഇഞ്ചി ഇട്ട് കൊടുക്കാം. लहसुन വെളുത്തുള്ളി 3 പച്ചമുളക് 3 हरी मिर्च ഫ്രൈ करना. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. थोड़ा फ्राई हो गया. अभी छोटा प्याज डाल दे. കൊച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് थोड़ा ഫ്രൈ करना. ഇത് ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുന്നത് നല്ലത്. നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് ഇത്തിരി മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ആകുമ്പോൾ അധികം മധുരമില്ല. സവോള ആകുമ്പോൾ നല്ലതായിട്ട് മധുരിക്കും. छोटा प्याज डालने से ये करी अच्छा है. इसमें अभी मसाला डालना है. നമുക്ക് ഇത്തിരി മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി, ഹൽദി പൗഡർ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ ധനിയ പൗഡർ, ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗോൾമിർച്ചി का पाउडर 1/2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. अच्छे से मिक्स करके फ्राई करके लेना है. मसाला ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല റെഡി हो गए. अभी ये पानी से निकालना है. നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടല डालना है. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. अच्छे से मिक्स करके नमक डालना है. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. उपिटिട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. अच्छे से थोड़ा मिक्स करना है. उसके बाद पानी डालना है. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നഗക്കെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. पानी डाल के अच्छे से पकना है. നല്ലതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വേകാൻ വെക്കാം. फुल फ्लेम ഇട്ട് വേകാൻ വെക്കാം. फुल फ्लेम में डाल के बॉईल करने के लिए रखेंगे. നമ്മുടെ മധുരക്കിഴങ്ങ് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. स्वीट पोटैटो अच्छे से पक गया है. थोड़ा लो फ्लेम में डालना है. लो फ्लेम में इട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. बंद करके रखेंगे. ഞാൻ 10-12 ബദാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 10-12 ബദാം थोड़ा पील करके रखा है. थोड़ा अच्छे से पीस के आएंगे. थोड़ा दूध भी डाल के पीस के आएंगे. നമുക്ക് ഇത്തിരി പാലും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കപ്പ് പാൽ ഒഴിച്ച് ഞാനിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. आधा कप दूध डाल के थोड़ा अच्छे से पीस के लेके है. भी ये डालना है. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളയ്ക്കാൻ കൊടുക്കാം. अच्छे से मिक्स करके थोड़ा बॉईल करने के लिए रखेंगे. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബദാം डाल के थोड़ा हल्का से
बॉईल होने के लिए शुरू किया. अभी डालना है 1 टीस्पूൺ വിനീഗർ. 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്യുക. ഇവിടെ ഓഫ് करना है. കപ്പ് दूध भी डाल दें. 1/2 കപ്പ് പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നടച്ചു വെക്കാം. अच्छे से मिक्स करके बंद करके रखेंगे. വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. अभी हम नारियल तेल से तड़का बना रहे. तड़का बनाने के लिए आप लोग को नारियल तेल पसंद नहीं है तो रिफाइंड ऑयल से भी चलेगा. നമുക്ക് 2 മുളക് ഇട്ട് കൊടുക്കാം. 2 मिर्च डाल दें. कड़ी इट കൊടുക്കാം. थोड़ा सरसों डाल दें. करिया पत्ता डाल दें. छोटा प्याज കൊച്ചുള്ളിയാണ്. നമുക്ക് അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. सब मिला के थोड़ा फ्राई करना है. നമുക്കിത് सर्विंग बाउलिനകത്തോട്ട് ഇട്ട് കൊടുക്കാം. सर्विंग बाउल में डाल दें. कड़ू वറുത്തത് रेडी ആയി കഴിഞ്ഞു. तड़का बनाया रेडी हो गया. अभी इसका ऊपर में डाल दें. നമുക്ക് ഇതിൻ്റെ മേലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് റൊട്ടിക്കും പൂരിക്കും ഒക്കെയാണ് ഇത് മെയിനായിട്ട് നല്ലത്. അപ്പത്തിന് നല്ലതാ. കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. सब लोग घर में थोड़ा ट्राई करके देखिएगा. बेटा लोग छोटा लोग सबको पसंद हो जाएगा. रोटी पूरी अप्पम सबके लिए इसका कॉम्बिनेशन अच्छा है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.